വിധിച്ചിരിക്കുന്നത്. അതായത് കോടതി വ്യക്തമാക്കുന്നത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ റിമാൻഡ് കാലാവധിയിൽ, അതായത് വിചാരണ തടവുകാരനായി എത്ര വർഷത്തോളം കിടന്നു അത് ഇതിൽ നിന്നും കുറയ്ക്കാം. റിമാൻഡ് കാലാവധി ഇളവ് ചെയ്തു. ഇളവ് ചെയ്യുമ്പോൾ 7 വർഷത്തോളം പൾസർ സുനി റിമാൻഡ് പ്രതിയായിട്ട് പൾസർ സുനി 7 വർഷം കിടന്നു. അഭിലാഷ് പനയും തിന്നാവുന്നല്ലേ, നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക്. റോഷിപാൽ, എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയേക്കുന്നത്. മിനിമം ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. അത് ഇങ്ങനൊരു കേസ്, അതുപോലെ ഇത്രയും. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു തുടങ്ങേണ്ട ഒരു വീഡിയോ അല്ല ഇതെങ്കിലും സ്വാഗതം പറഞ്ഞു തന്നെ തുടങ്ങാം. ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ലെങ്തിയസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. സോ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കണം, എൻ്റെ ഒപ്പീനിയൻ അറിയണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ കുറച്ച് ടൈം എടുത്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റില്ലെങ്കിലും വാച്ച് ലേറ്റർ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം എന്ന് അത്രയ്ക്ക് ആത്മാർത്ഥമായി തോന്നി ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. പണ്ട് ഞാൻ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ ഒരു ഇമോഷന്റെ പുറത്തായിരുന്നു സംസാരിച്ചത്. അതിജീവിത എന്ന് പറയുന്ന ആള് ഈ കേസിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ട് അവർക്ക് നീതി കിട്ടിയില്ലല്ലോ. ഞാനും ഒരു പെണ്ണാണ്, അപ്പോൾ ആൾ അനുഭവിച്ച ഒരു കാര്യം എത്രത്തോളം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഒരു പെണ്ണെന്ന നിലയിൽ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സംസാരിച്ചത്, ഒരു ഇമോഷന്റെ പുറത്ത്. ഇന്ന് ഇമോഷനൊന്നുമില്ല. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അൾട്ടിമേറ്റ് പുച്ഛത്തോടു കൂടിയാണ്. പുച്ഛത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഞാൻ 3:30 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ന്യൂസ് നോക്കുന്നുണ്ടായിരുന്നു. 3:30 ആയിട്ടും എനിക്ക് ന്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ വേറൊരു കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു OP ഉണ്ടായിരുന്നു, കൗൺസിലിംഗ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ലേറ്റായി. വേഗം ബസ് കയറി, ബസ്സൊക്കെ പിടിച്ച് എൻ്റെ വീട്ടിലോട്ട് ബസ് കയറിയിരിക്കുന്ന സമയമാണ് ഞാനിത് കേൾക്കുന്നത്. ചിരി വന്നൊരു കാര്യമാണ്. 50,000 രൂപ പിഴ. 50,000 എന്തിന്? ആരെ ബോധിപ്പിക്കാൻ? 6 ആൾ 50,000 വെച്ച് കൊടുത്താൽ 3 ലക്ഷം, മറ്റേതും കൂടെ കൂട്ടി 5 ലക്ഷം രൂപ. അതാണ് ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില. കൂടെ ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു 20 കൊല്ലം തടവ്. ആ 20 കൊല്ലം തടവിൽ അവർ ഓൾറെഡി നിന്നിട്ടുള്ള തടവ് അങ്ങ് കുറയ്ക്കും. അപ്പോൾ ഒരു 7 കൊല്ലം പൾസർ സുനീൻ്റെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൾസർ സുനിക്ക് കിട്ടുന്നത് എത്രയാണ്? ഒരു 13 കൊല്ലം. അതിൽ നിന്നും ഓരോ നൂലാമാലകളൊക്കെ വഴി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 11-12 കൊല്ലാണ് തടവ്. ഒരു സ്ത്രീക്ക് നേരെ ഇമാതിരി വൃത്തികെട്ട പണി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കോടതി, ഒരു സ്ത്രീ ആയ ജഡ്ജി കൊടുത്തിട്ടുള്ള ഒരു വിധിയാണിത്. പുച്ഛാണ്, ഇമോഷനൊന്നുമില്ല. ഇപ്പം പുച്ഛാണുള്ളത്. പുച്ഛത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണിത്. കോടതിയെ വിധിയെ മാനിക്കണം, കോടതിക്ക് വിധി എതിര് പറയാൻ പാടില്ല, ഈ സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കോടതി വിധിനെ മാനിക്കുക എന്ന് വെച്ചാൽ കോടതി പറയുന്ന കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇത്രയ്ക്കൊരു ഒരു കോടതി വിധി ഞാൻ ഒരുപാട് അതിൻ്റെ 3-4 ന്യൂസ് കണ്ട സമയത്ത് ഏതോ ഒരു ന്യൂസിൻ്റെ താഴെ ഒരു കമൻറ്റ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. കമൻറ്റ് എന്താന്ന് വെച്ചാൽ, ഈ പരിപാടി അങ്ങ് സൗദിയിലെങ്ങാനും നടക്കണമായിരുന്നു, എന്നാവും പിന്നെ പുറം ലോകം കാണില്ല എന്നൊരു കമൻറ്റാണ് ഏതോ ഒരാൾ ഇട്ടതാണ്. എനിക്കിനിപ്പോൾ കമൻറ്റ് തേടി പോകാനൊന്നും വയ്യ. സത്യമാണോ? നമ്മുടെ ഇവിടുത്തെ നിയമം നടത്താൻ വേണ്ടി ഇരിക്കുന്ന കുറേ ആൾക്കാരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഇതിലും താഴ്ന്ന രീതിയിലോട്ട് പോകും. അപ്പം അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും നിങ്ങളെല്ലാവരും ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ, എന്താ നിങ്ങൾക്ക് ഈ ന്യൂസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾക്ക് ഇതൊരു ശരിയായ ന്യൂസായിട്ട് തോന്നിയോ? അത് നിങ്ങളൊന്ന് എല്ലാവരും കമൻറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്ന ഒരു ചാനലാണ്. അതിൻ്റെ കൂടെ കുട്ടി വ്ളോഗ്, കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, കൂടെ നമുക്ക് 1 by 1 ആയിട്ട് അങ്ങ് തുടങ്ങാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അതിജീവിത ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പണ്ട് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാവുന്നുണ്ട്.
ആ ക്ലിപ്പ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് തുടങ്ങാം. I was in the court for 15 days, and those 15 days from morning till evening, each and every second of it, I was sitting in that court trying to prove that I didn't do anything wrong, that I am innocent. I am not the one who should be sitting here. That sitting in that court for 15 days, facing 7 different lawyers and their questions and cross-examination and examination and all that. That's when I felt that it's my fight, it's my battle. At the end of the day, I have to be in the court and fight it out. That I almost felt like it is like me versus the world. I was fighting it. So that's when I realized that I'm a അതിജീവിത പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഡയലോഗും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൽ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആള് വളരെയധികം ഇമോഷണൽ ആയിട്ട് പറയാണ്. ഞാൻ അത്രയും ദിവസം കോർട്ടിൽ പോയി ഒരുപാട് ലോയേഴ്സും അല്ലെങ്കിൽ ജഡ്ജിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് കുത്തി പല സൈഡിൽ നിന്നും പല ആംഗിളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും സർവൈവ് ചെയ്യാണ് ഈ സിറ്റുവേഷൻ എന്നുള്ളത്. ഇവിടെ ഈ കോടതിയിലുള്ള ഈ കോർട്ടിൻ്റെ ലോയർമാരുടെയും ഈ ജഡ്ജിയുടെയും മുമ്പിൽ നിന്ന് ഈ അതിജീവിത ഇത്രത്തോളം സർവൈവ് ചെയ്തുകൊണ്ട് പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്ന എന്തിനാ അറിയോ? നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ നിയമത്തിന് കൊടുക്കാത്ത നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇത്രയൊക്കെ സംസാരിച്ച ആൾക്ക് നീതി കിട്ടിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു 20 കൊല്ലം ഇടാന്നെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ 20 കൊല്ലത്തിൽ തന്നെ ഇത്രയും കാലം കടന്നതും കൂടെ ഞാൻ കുറയ്ക്കുകയാണ്. എന്തുവാ പറയണ്ടേ? ഒരു 50,000 രൂപ ഒരു പെണ്ണിന്റെ മാനത്തിന് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പിഴയാണോ ഈ 50,000 രൂപ എന്ന് പറയുന്നത്? ഇതാണോ ശരിക്കും ശിക്ഷ? ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇന്നത്തെ നിയമത്തെ വിശ്വസിക്കുക? നിങ്ങളൊക്കെ എന്തിനാണ് ഈ മുകളിൽ വന്നിരിക്കുന്നത്? നിങ്ങൾ പഠിച്ചധ്വാനിച്ചാണ് ഇരിക്കുന്നതെങ്കിലും ചെയ്യുന്ന ജോലിയിനോട് കുറച്ച് എത്തിക്സ് വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? ഞാൻ സീരിയസ്ലി പറയും, ഒരു സാധാരണ ഒരു വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പുച്ഛം തോന്നിയത് കേട്ട സമയത്ത്, പുച്ഛം. എന്തായാലും വിധി പ്രസ്താവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം. 20 വർഷത്തെ തടവ് ശിക്ഷയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. 20 വർഷത്തെ തടവ് ശിക്ഷയും ഒപ്പം പിഴ ശിക്ഷയും. പിഴ എത്രയാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. എന്നാലും 20 വർഷത്തെ റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ 20 years. ഓക്കെ 1 to 6 എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. 20 വർഷത്തെ തടവ് ശിക്ഷ. 50,000 രൂപ വീതം പിഴയും ഈടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ്, 50,000 രൂപ പിഴവ്, 20 വർഷം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ശിക്ഷ. 20 വർഷം തടവും 50,000 രൂപ പിഴയും. ആഡംബര കാറിൽ യാത്ര ചെയ്യുന്ന പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് 50,000 ഫ്ലൂ, ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഒരു സ്ത്രീക്ക് നേരെ നമ്മുടെ കോടതിയാണെങ്കിലും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ പറയുന്നത് സ്ത്രീകൾക്ക് നേരെയാണ് സപ്പോർട്ട്, സ്ത്രീകളാണ് എല്ലാം. ഈവൻ പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഡിബേറ്റ് നടത്തുന്ന സമയത്ത് വരെ പറയുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് ഇന്ന് വേണ്ട എല്ലാം കിട്ടുന്നുണ്ട്, സ്ത്രീകളെ സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, സ്ത്രീകൾക്കാണ് എല്ലാവരുടെയും സപ്പോർട്ടുള്ളത്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ എവിടെയാണ് വിലയുള്ളത് എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയെ ഗ്യാങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക, ഗ്യാങ് ആയിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോവുക, അവളടുത്ത് സെക്ഷുവൽ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് വീഡിയോ എടുക്കുക, അത് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുക, 2 മണിക്കൂറോളം അവളെ കൊണ്ടുപോവുക, അവളെ അപായപ്പെടുത്തുക, ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു പെണ്ണിൻ്റെ നേരെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ആകെ കൊടുത്തത് 20 വർഷം തടവ്. 50,000 ഞാൻ വിട്ട്, അത് മൂക്കുപൊടിക്ക് വാങ്ങാം. 20 വർഷം തടവ്. ഈ 20 വർഷം തടവിൽ തന്നെ ഓൾറെഡി നിന്ന കാലത്തെ തടവ് കളയുകയും ചെയ്തു. അപ്പോൾ പൾസർ സുനിക്കൊക്കെ 7 കൊല്ലം അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, 20-ൽ 7 കൊല്ലം അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പുള്ളി നിൽക്കുന്ന 13 കൊല്ലം. ഇത്രയും വലിയ തെറ്റ് ചെയ്തതിന് ആ മനുഷ്യന് കിട്ടിയത് 13 കൊല്ലം. എവിടെയാണ് നീതി? ഈ 13 കൊല്ലം നിർത്തുന്നതുകൊണ്ടാണ് ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ കേസുകൾ കൂടി വരുന്നത്. നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യണോ ഇവിടുത്തെ അവസ്ഥ?
ഇവിടെയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഡേ ബൈ ഡേ ഓരോ കേസസ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കേസ് കുറയാത്തത്? എന്തുകൊണ്ടാണ് ഈ കേസിനൊരു ഡൗൺ വരാത്തത്? നമ്മളുടെ ഈ ശിക്ഷയാ. ഇനി ഭാവിയിൽ ചെയ്യാൻ നിൽക്കുന്നവന് സുഖമായില്ലേ? കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം പോവാം. അത് ഇനി എത്രയൊക്കെ ആണെങ്കിലും, ഇനി പെണ്ണുങ്ങളാണ് ജഡ്ജ് സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിലും അവരാണെങ്കിലും ഒരു 11 കൊല്ലമൊക്കെ തരൂ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. 11 കൊല്ലം അതിൻ്റെ ഉള്ളിൽ കിടക്കുക എന്ന് വെച്ചാൽ വലിയ കഠിനമായ ശിക്ഷയൊന്നുമല്ലോ. ഒന്ന് കടന്നുറങ്ങുക, എണീക്കുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ പച്ചക്കറി നടുക, അതാക്കുക, ഇതാക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുക, പിന്നെ പോയി കടന്നുറങ്ങുക, ഇങ്ങനെ പൊയ്ക്കോളുമല്ലോ. ഞാൻ ആലോചിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കറക്റ്റായിട്ട് നമ്മളുടെ നീതി കൊടുക്കണം എന്ന് തോന്നാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യന് വരെ ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് തോന്നുന്ന ഇമോഷൻ പോലും തോന്നിയില്ലേ എന്നാണ് ഞാൻ. എന്തിനാ കൊടുത്തത്? ഇവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നതായിരുന്നു ഇതിലും സ്റ്റാൻഡേർഡ്. ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതിജീവിതം ഇല്ലാത്തൊരു കഥ മെനഞ്ഞ് പറഞ്ഞതാണ്, അതിജീവിതയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇല്ലാത്തൊരു ഗൂഢാലോചന അതിജീവിതം നടത്തി കോടതിൻ്റെ ടൈം കളഞ്ഞതിന് അതിജീവിതനെ പിടിച്ച് വേണമെങ്കിൽ ഇടായിരുന്നു. ഞാൻ സീരിയസ്ലി പറയുകയാണ്. എന്തേലുമൊക്കെ ശിക്ഷ വിധിക്കുമ്പം അതിൽ കുറച്ചെങ്കിലും എനിക്ക് എങ്ങനെയത് പറഞ്ഞു തരേണ്ടത്, എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഏത് ഡയലോഗാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കേട്ട സമയം തൊട്ടിട്ട് ഞാൻ ലിറ്ററലി ഷോക്ക്ഡാണ്. തെളിവുകൾ ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും 8ാം പ്രതിയെ വെറുതെ വിടുകയും ചെയ്ത ആ സമയത്ത് അതിജീവിതയോട് ഒപ്പം അവരുടെ വീട്ടിൽ അവർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്ന ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നമുക്കപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അവർക്ക് കൂട്ടബലാത്സംഗത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുടെ ഏറ്റവും ചെറിയ ശിക്ഷ, അതായത് 20 വർഷത്തെ കഠിന തടവ് മാത്രം. അതെ, ഒരു പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം റുപ്യ വിലയോ അല്ലേ? അതെ, 50,000 രൂപ വീതം ഓരോ പ്രതിക്കും പിഴ ശിക്ഷ, അതിൽ 5 ലക്ഷം അതിജീവിതയ്ക്ക് കൊടുക്കണമെന്നുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റവരെയൊക്കെ വെറുതെ വിട്ട മാതിരി ഇവരെ അങ്ങ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോ നമ്മൾ ചില കുട്ടികളെ ശാസിക്കില്ലേ, ഇനി കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ, അതുപോലെ ആയ മാതിരിയേ തോന്നുള്ളൂ. അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപയെ വിലയുള്ളൂ. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേൾക്കും. എന്താ പറയാ ഇതിന്? എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഇത് എന്ത് രാജ്യമാണെന്നൊക്കെ തോന്നിപ്പോവുക. കഴിഞ്ഞ വിഷയം ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ വളരെ സ്ട്രോങ് ആയി, ഞാൻ ബോൾഡായി പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഞാൻ ഇങ്ങനെ തുറന്നടിച്ച പോലെ സംസാരിച്ചെങ്കിൽ അവിടെ അന്നേരം ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് നമ്മുടെ ഭാഗ്യ ചേച്ചി എന്ന് പറഞ്ഞത്. ഇവിടെ ഭാഗ്യ ചേച്ചി വരെ ഒരു സൈലന്റ് ആയിപ്പോയി. സീരിയസ്ലി ആ സൈലൻസ് ആണ് ഇപ്പം എന്നെയും ബാധിച്ചിട്ടുള്ളത്. പല ടോപ്പിക്കുകളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും, ആദ്യം എൻ്റെ നിന്ന് തെറ്റിപ്പോയി, ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ വീണ്ടും എടുത്ത് സംസാരിക്കുക. ലിറ്ററലി ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഒരു പെണ്ണെന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ ഒട്ടും സേഫ് അല്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകണമെന്നാണ് പേഴ്സണലി നമുക്ക് തോന്നുക. കാരണം ഇവിടെ നിന്നിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെ നേരെ ആർക്കും എന്തും ചെയ്യാം, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കോടതി ഒരു ശിക്ഷയും കൊടുക്കില്ല. ഇത് കണ്ട് വളരുന്ന സമൂഹത്തിലെ ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഡേ ബൈ ഡേ ഒക്കെ കൂടുക ചെയ്യുക. അല്ലാണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്, എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് മനസ്സിലാവായിട്ട് ചോദിക്കുക. ഓക്കെ, ഒന്നിന് ഒരു തീരുമാനമായി, അത് കഴിഞ്ഞു പാടെങ്കിലും നമ്മളുടെ ഒരു പ്രതീക്ഷ ഈ തെറ്റ് ചെയ്തിട്ടുള്ള 6 ആൾക്കെങ്കിലും കിട്ടേണ്ട ഒരു ശിക്ഷ കിട്ടുമെന്നാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുമെന്ന്. അത് കിട്ടി എന്ന് കരുതിയാലെങ്കിലും അല്ലെങ്കിൽ കിട്ടി എന്ന് കേട്ടായിരുന്നെങ്കിലും അതിജീവിതയ്ക്കും ബാക്കിയുള്ള ജനങ്ങൾക്കും ഒരാശ്വാസമായിരുന്നു. ഈവൻ കഴിഞ്ഞ തവണ മറ്റേ ദിലീപിനെ വിട്ടയച്ച സമയത്ത് എല്ലാവരും ഒരുപോലെ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിലില്ലെങ്കിൽ പോട്ടെ, ബാക്കിയുള്ള 6 ആളുണ്ടല്ലോ അവർക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന്. അവർക്ക് യഥാർത്ഥത്തിൽ എന്ത് ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്? ഇതിനൊരു ശിക്ഷ എന്ന് കൂട്ടാൻ പറയുമോ? ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ കൂടെ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവുക എന്നുള്ളത് ഇനി വരുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികൾ. ഇതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണെന്നും അവിടെ വേണ്ട ആൾക്കാർക്ക് വേണ്ട റൈറ്റ്സും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഗവേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനുഷ്യന്മാരോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കേസ് കൂടെ പറയാനുള്ളത്. കാരണം വളരെ സ്പീച്ച്ലെസ് ആയിട്ടുള്ള ഒരു സാധനം. എന്താ പറയേണ്ടത്, എന്താ സംസാരിക്കേണ്ടത്, എന്താ റിയാക്ട് ചെയ്യേണ്ടത്, പറഞ്ഞാൽ കൂടിപ്പോയില്ലേ. ഇതൊരു എത്രയൊക്കെ ആണെങ്കിലും ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ഇതൊരു കോടതി നിയമമാണ്.
അല്ലെ കോടതി തീരുമാനമാണ്. ഇതിന് എഗെയിൻസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രശ്നക്കാരും കുറ്റക്കാരും നമ്മളെ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥയിലോട്ട് പോകും. പക്ഷെ ഇവർക്കൊക്കെ എന്തും ചെയ്ത് കാണിക്കാമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്താ സൈഡിൽ കൊടുക്കാം. ആളങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതീക്ഷയായിരുന്നു, സീരിയസ്ലി എന്തോ സെറ്റപ്പ് അങ്ങ് തീരുമാനമാക്കും എന്നുള്ളത്. ആ 3:30 അല്ല 5:30 വരെ നോക്കണ്ടായിരുന്നു എന്നുള്ളത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരിക്കലും ഒരു അതിജീവിതയുടെ കേസ് മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളുടെ കേസാണ്. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, എല്ലാ സ്ത്രീകളും പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അവിടെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പനയും തിന്നാവുന്നല്ലേ, നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെൻറ്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. 100% അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുത്തു കഴിഞ്ഞത് മുകളിലോട്ട് പോകുമ്പം ആ മുകളിലത്തെ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിക്കെങ്കിലും കുറച്ചും കൂടെ ബാക്കിയുള്ള വ്യക്തികളുടെ ഒരു ഇമോഷനും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവണം എന്നൊരാഗ്രഹം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചേർക്കുകയാണ്. കാരണം എന്താണെന്നുള്ളത് ഈ വക്കീൽ തന്നെ പറഞ്ഞു, കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കുറവാണ് ഈ കൊടുത്തിട്ടുള്ളത് എന്ന് ഒരു വക്കീൽ പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പുച്ഛന്നു എന്തിൻ്റെ പേരിൽ, ആർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തുകൊണ്ട് എന്താ കിട്ടുന്നത്, എന്താ ഇതിൻ്റെ ഗുണം? നിങ്ങളിപ്പോൾ ശിക്ഷ കൊടുക്കാണ്ട് നിന്ന പൾസർ സുനീൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ആളെ കുറിച്ചിട്ട് ആൾക്ക് ഒരുപാട് ഭയങ്കര രീതിയിൽ സാമ്പത്തികമായി വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന ആളാണ്. ഇനി അതിൻ്റെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. സീരിയസ്ലി നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഏറ്റവും കുറവ് ശിക്ഷ ഇമാതിരി ഒരു മിസ്റ്റേക്ക് ചെയ്ത ആൾ. അപ്പോൾ കോടതി ആഗ്രഹിക്കുന്നത് അതിജീവിതേനെ കൊണ്ടുപോയിട്ട് സെക്ഷുവലി അബ്യൂസ് ചെയ്ത് അത് ഇതിൻ്റെ എൻഡിലോട്ട് എത്തിയിട്ട്, ഞാൻ പറയുന്നില്ല ആ ലെവലിലോട്ട് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയ ശിക്ഷ കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടാക്കി വീഡിയോ എടുത്തോ അല്ലേ ഉള്ളൂ, വലിയ കാര്യമല്ല എന്നാണോ ആലോചിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക സീരിയസ്ലി. കാരണം ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വേറൊരു ന്യൂസ് ചാനലിൽ പൾസർ സുനിയുടെ കുറേ ചരിത്രങ്ങൾ കേട്ടു. നമുക്കതൊന്ന് കേട്ടു നോക്കാം. 19-ാമത്തെ വയസ്സിൽ ലഹരിക്കടത്ത്, മോഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതനായ സുനിൽ കുമാർ എന്ന യുവാവ്. ആ യുവാവിൻ്റെ പേര് കേരളം കേൾക്കുന്നത് പൾസർ സുനി എന്നാണ്. 2017 ഫെബ്രുവരി 17 കൊച്ചി നഗരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ 1-ാം പ്രതി. ഈ പ്രതിക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക പശ്ചാത്തലം എന്തായിരുന്നു? കേസിൽ അറസ്റ്റിലായ പ്രതി 7 വർഷക്കാലം ആണ് ജയിൽവാസം അനുഭവിച്ചത്. കീഴ്ക്കോടതികളെ അടക്കം പലവട്ടം സമീപിച്ചുവെങ്കിലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് പൾസർ സുനി അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചത്. ആ വിധി സമ്പാദിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയെ അടക്കം സമീപിക്കാനുള്ള സാമ്പത്തിക സഹായം ആരിൽ നിന്നാണ് പൾസർ സുനിക്ക് ലഭിച്ചത്? എങ്ങനെയാണ് പൾസർ സുനി? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതൊന്നും തെളിവല്ല. തെളിവായിട്ട് CCTVയിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെക്കാൻ ഇതൊന്നും തെളിവല്ല. കോമൺ സെൻസിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിയാണ്. ഒരു ലൊക്കേഷനിലെ നടിമാരുടെ ഡ്രൈവറിന് സുപ്രീം കോടതിയിൽ പോയിട്ട് വരെ കേസ് നടത്താനുള്ള സാമ്പത്തികം, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഫ്രണ്ടിലിരിക്കുന്ന ജഡ്ജി കൊടുത്ത തീരുമാനം ഇത്. ആളുടെ പവർ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പവർ തന്നെയല്ലേ ഇവിടെ കാണാനുള്ളത്. കൊള്ളാം. എന്തായാലും ഇനി അടുത്തത് ഇവരുടെ വിധിയുടെ, ഇപ്പൊ കാണുമ്പോൾ വലിയ വിധിയൊക്കെ ഉണ്ടെങ്കിലും സംഭവം അത്ര വലിയ വിധിയൊന്നുള്ള അറിയോ? 20 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ 20 ഒന്നുള്ള കുട്ടാ, അത് എത്രയാന്നുള്ളത് നിങ്ങൾ ഇതാ കേട്ടോ. ഇനി പൾസർ സുനി ഇതിനോടകം 7 വർഷവും 6 മാസവും 29 ദിവസവും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലെ ഒരു
ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഈ 6 പ്രതികളിൽ ഇനിയിപ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങുന്നയാൾ ഒരുപക്ഷെ പൾസർ സുനി ആയിരിക്കും. ഈ കേസിലെ 1-ാം പ്രതി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ 7 വർഷത്തിലധികം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ട് ഇനി 13 വർഷക്കാലം പൾസർ സുനിക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസവും, സ്വാഭാവികമായും 15 വർഷം മാർട്ടിൻ ജയിലിൽ കിടക്കേണ്ടി വരും. മണികണ്ഠനാകട്ടെ 4 വർഷവും 8 മാസവും 27 ദിവസവും. ബാക്കി നാൾ ഏകദേശം 14 വർഷത്തോളം മണികണ്ഠൻ കിടക്കേണ്ടി വരും. വിജേഷ് ആകട്ടെ 5 വർഷം മാത്രമാണ് കിടന്നത്, 15 വർഷം വിജേഷിന് കിടക്കേണ്ടി വരും. സലീം 1 വർഷം മാത്രമാണ് കിടന്നത്, 19 വർഷം കിടക്കേണ്ടി വരും. പ്രദീപ് വിചാരണക്കാലത്തെ തടവ് ശിക്ഷയിൽ അപ്പൊ ഒരു കേസില് മെയിൻ പ്രതിയായിട്ടുള്ള 6 ആളില് ഫസ്റ്റ് പ്രതിയായിട്ടുള്ള ആളാണ് ഫസ്റ്റ് പുറത്തിറങ്ങാൻ പോകുന്നത്. അടെ സക്കെ, ഇത്രയും നല്ലൊരു തീരുമാനം എവിടെ കിട്ടും? ഇത്രയും നല്ലൊരു ലീഗൽ സിസ്റ്റത്തിന് എവിടെ കിട്ടും? നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? ഇതാണ് നമ്മുടെ കേരള കോടതി, ഓക്കെ, അല്ല ഇന്ത്യൻ കോടതി, ഓക്കെ. ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റൂ, ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള കഴിവുള്ളൂ, ഞങ്ങൾ മാത്രമേ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കൂ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ലേ നേരെ ആ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉള്ള കഴിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇനി ഇങ്ങനത്തെ കേസുകളുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കൊണ്ടുവരൂ. ഞങ്ങൾ ഇതുപോലെ ഓരോ വെറൈറ്റി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം കാണിച്ചു തരാം. നമ്മുടെ ഈ പണി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വിവരമുള്ള വക്കീലുമാർ അല്ലെങ്കിൽ ജഡ്ജിമാർ ഈ വിഷയത്തെക്കുറിച്ചിട്ട് പല പ്രസ്താവനകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു അഡ്വക്കേറ്റ് ഈ വിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഈവൻ ആ ജഡ്ജി ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് കേട്ടോ ഇത് പറയുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെമാൽ പാഷ, കേരളം കാത്തിരുന്ന ആ ശിക്ഷാവിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് എന്നതാണ് 376B ചുമത്തുന്ന കേസിലെ മിനിമം ശിക്ഷ. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയേക്കുന്നത്. മിനിമം ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. അത് ഇങ്ങനൊരു കേസ്, അതുപോലെ ഇത്രയും പ്രമാദമായ ഒരു പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരു നിരാലംബയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അതിനെ മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പേര് കാടന്മാര് വരെ ഇത്രയും കാടത്തം അതിനെ കാണിച്ച് അതിനെ പിച്ച് ചീന്തിയ കേസിനകത്ത് മിനിമം സെന്റൻസ് മതി എന്ന് കോടതി തീരുമാനിച്ചു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഫ്കോഴ്സ് കോടതിയുടെ വിവേചനാധികാരമാണ് ഈ ശിക്ഷ, ഏത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത്. അത് ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ കോടതി തീരുമാനിക്കുന്നതാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ആൾ ഈ ടോപ്പിക്കിനെ റിയാക്ട് ചെയ്യുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ്. ചിരിക്കുക എന്ന് വെച്ചാൽ അറിയാലോ, കളിയാക്കിക്കൊണ്ട്. ഇതൊക്കെ എന്തെന്ന് ഒരു പെൺകുട്ടീനെ ഇമാതിരി രീതിയിൽ ചെയ്തിട്ട്, ഞാനതെന്താന്നുള്ള വീണ്ടും ഞാൻ പറയുന്നില്ല, ചെയ്തിട്ട് അതിന് ഏറ്റവും മിനിമം ശിക്ഷ ആണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആൾക്ക് വരെ വേറൊന്നും പറയാനില്ല, എന്തുകൊണ്ടാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത്രയും പ്രമാദമായൊരു കേസിന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എങ്ങനെ പറ്റിയെന്നാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വായെന്നൊക്കെ പലതും വീണു. നമ്മളെന്തേലും പറഞ്ഞാലാണല്ലോ പ്രശ്നം. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുകയെന്നേ ഉള്ളൂ. പല റെസ്പോൺസുകളും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, മുകളിലിരിക്കുന്ന ദൈവം ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാണും, കിട്ടും. പക്ഷെ ഞാനാണെങ്കിൽ ഇതല്ല കൊടുക്കുന്നത്, അതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഈ മിനിമം സെന്റൻസ് കൊടുക്കേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഇനി ഈ ശിക്ഷ വിധിച്ച കോടതിക്ക് അങ്ങനെ തോന്നി കാണും, അതുകൊണ്ടായിരിക്കും ചെയ്തേക്കുന്നത്. ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ശിക്ഷ വേണമോ എന്ന് ചോദിച്ചിരുന്നു കോടതി. ഈ ഇന്നത്തെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുന്ന ദിവസം വാദപ്രതിവാദം നടക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഞാൻ കൂടുതൽ കേൾക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര റെസ്പെക്ട്ഫുള്ളിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങളെല്ലാവരും കാണുന്നൊരു വീഡിയോ ആണ്. ഞാൻ നിങ്ങളെല്ലാവരും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ മാന്യമായ രീതിയിൽ പല വിഷയങ്ങളിലും ഞാൻ സംസാരിക്കുന്നത്. റെയർ ടു റെയറെ എൻ്റെ കയ്യിൽ നിന്ന് പല വിഷയങ്ങളും വിട്ടുപോയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ പിടിച്ചു നിന്നാണ് പല വിഷയങ്ങളിലും സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് മിണ്ടാണ്ടിരിക്കുന്നതാണ്.
ഈ പെർട്ടിക്കുലർ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വിധി കൊടുക്കില്ല എന്ന്. ഇനി ഇത് ഫ്രണ്ടോട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇപ്പം തീരുമാനം നിർത്തിയ ജഡ്ജിനെ ദയവ് ചെയ്ത് ആ സീറ്റിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കേസുകളിൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുവരുത്തിക്കോ. ഇങ്ങനത്തെ പ്രമാദമായ കേസിലോട്ട് വരുമ്പം കുറച്ച് ഇങ്ങനത്തെ ഇതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് ഹ്യൂമൻ വാല്യൂ ഉള്ള കുറച്ച് ഇമോഷനുള്ള ആൾക്കാരെ ആ ഒരു സീറ്റിൽ കൊണ്ടുപോയിരുത്തണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്, അഭ്യർത്ഥനയുണ്ട്. കാരണം വേറൊരു റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ഇത് ഏറ്റവും ചെറിയ ശിക്ഷാവിധിയാണ്, ഞാനാണ് ആ പ്ലേസിലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കൊടുക്കില്ലായിരുന്നു, കാരണം എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെ ആരാണ് പപ്പറ്റിൻ്റെ ത്രെഡ് വലിക്കുന്നതെന്നും ആരാണ് ഫ്രണ്ടിൽ നിന്ന് പപ്പറ്റായി കളിക്കുന്നത് എന്നുള്ളതും കോമൺ സെൻസ് എല്ലാം നമുക്കറിയാം. പപ്പറ്റ് കളിച്ചോളൂ, ഫ്രണ്ടിൽ നിന്ന് അയക്കോളൂ. ഒരു നാൾ ഈ കയറ് പൊട്ടി നിലത്ത് വീഴും, ഒരു നാൾ കയറ് പിടിക്കാനുള്ള കൈയൊടിയും. അത് ഇനി ആരെ മുമ്പിലും, ജനങ്ങളുടെ മുമ്പിലും, നാട്ടുകാരുടെ മുമ്പിലും, കോടതിയുടെ മുമ്പിലും, നിയമത്തിന് മുമ്പിലും, കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിലും നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് കളിച്ചോളൂ. കളിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ കളിച്ചോളൂ. ഇതിലും പവർഫുൾ ആയിട്ടുള്ള ഒരു നിയമം നമുക്ക് മുകളിലുണ്ട്. അതിൻ്റെ അടുത്ത് പല ജനങ്ങളും ഇന്ന് ഈ വിഷയം കേൾക്കുമ്പം കരഞ്ഞും ഇമോഷനായിട്ടും പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ആ ദൈവം കേൾക്കാണ്ട് നിൽക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ എല്ലാം നമ്മൾ കാണാതിരിക്കില്ല. ആൻഡ് ഇങ്ങനെ ഒരു വിധി തന്നതിന് ഒരുപാട് നന്ദി. ബൈ.